ഖജനാവ് സൂക്ഷിക്കാൻ ടി.എം. തോമസ് ഐസക്, റോഡുകൾ നന്നാക്കാനും അബ്കാരി നയം നടപ്പാക്കുവാനും ജി. സുധാകരൻ, പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ സിവിൽ സപ്ലൈസിന്റെ തലപ്പത്ത് പി. തിലോത്തമൻ, കട്ടപ്പുറത്തായ KSRTCയെ നേരായ വഴിയിൽ ഓടിക്കാൻ ഇപ്പോൾ തോമസ് ചാണ്ടി. ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം 4. തീർന്നില്ല. ഹരിപ്പാട്ട് നിന്നുള്ള രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തെയാകെ നയിക്കുന്നു. ജയിച്ചത് മലമ്പുഴയിൽ നിന്നാണെങ്കിലും പുന്നപ്രക്കാരനായ VS അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ. അങ്ങനെ ആലപ്പുഴ ജില്ലയ്ക്ക് ക്യാബിനറ്റ് പദവികൾ 6. സംസ്ഥാനത്ത് ഏറ്റവും അധികം മന്ത്രിമാരുള്ള ജില്ലയും ആലപ്പുഴ തന്നെ. മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണെങ്കിലും വികസന കാര്യത്തിൽ ജില്ല പിന്നിലാണെന്നാണ് വിമർശനം. ഈ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഈ ആലപ്പുഴ ജില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രയോജനമില്ല, നമുക്ക് നാട്ടുകാരായുള്ള ഹൗസ് ബോട്ട് ഓണേഴ്സിനും ഒരു പ്രയോജനമില്ല. ജില്ലയിൽ വികസനമെത്തേണ്ട മേഖലകൾ ഏറെയാണ്. അടിസ്ഥാന സൗകര്യം, മത്സ്യബന്ധനം, ടൂറിസം, കൃഷിയടക്കം സാധാരണക്കാരെ ഏറെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം മന്ത്രിമാരുടെ ശ്രദ്ധ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മന്ത്രിമാരുടെ എണ്ണം കൂടുമ്പോൾ ജില്ലയിൽ സമൂലമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങളും നാട്ടിലുണ്ട്. ആലപ്പുഴയ്ക്ക് നല്ലൊരു വികസനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണം. രണ്ടാം UPA സർക്കാരിന്റെ കാലത്തും ജില്ലയ്ക്ക് 4 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. തോമസ് ചാണ്ടിയുടെ മന്ത്രിസ്ഥാനത്തിൽ കുട്ടനാടൻ ജനതയ്ക്ക് സമ്മിശ്ര പ്രതികരണം. കുട്ടനാടൻ കാർഷിക മേഖലയെയും ജലഗതാഗത വകുപ്പിനെയും സംരക്ഷിക്കാൻ നിയുക്തമന്ത്രി പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഐക്യ കേരള സർക്കാരിന്റെ ചരിത്രത്തിൽ കുട്ടനാട്ടിൽ നിന്ന് മന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് തോമസ് ചാണ്ടി. 11 വർഷമായി നിയമസഭയിലെ കുട്ടനാടിന്റെ ശബ്ദമാണ് തോമസ് ചാണ്ടി. മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് ചരിത്ര നിയോഗം കൂടിയാണ്. 1957 ആദ്യ സർക്കാർ മുതലുള്ള കണക്കെടുത്താൽ ആദ്യമായിട്ടാണ് കുട്ടനാട്ടിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി സംസ്ഥാന മന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. എന്നാൽ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ തോമസ് ചാണ്ടിയെ കാത്തിരിക്കുന്നത് കുരുക്കഴിയാത്ത ഒട്ടേറെ പ്രശ്നങ്ങളാണ്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടുന്ന KSRTCയെ നേരെയാക്കണമെങ്കിൽ അദ്ദേഹം ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. സ്വന്തം മണ്ഡലമായ കുട്ടനാട്ടിലെ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസുകളെ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കുക എന്നത് തോമസ് ചാണ്ടിയുടെ മണ്ഡലത്തോടുള്ള പ്രത്യേക കടമയായി മാറും. ഒരു കാലത്ത് കേരളത്തിന് നെല്ലറിയായിരുന്ന കുട്ടനാടിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ തോമസ് ചാണ്ടി ശ്രമിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം, കൈനകരി അടക്കമുള്ള മേഖലയിൽ പടർന്നു പിടിക്കുന്ന മാറാരോഗങ്ങൾ, ടൂറിസം മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടതും തോമസ് ചാണ്ടിയുടെ ഉത്തരവാദിത്തം. അതേസമയം തോമസ് ചാണ്ടിയുടെ മന്ത്രിസ്ഥാനത്തെപ്പറ്റി കുട്ടനാടൻ ജനത സമ്മിശ്രമായിട്ടാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു മന്ത്രിയാകുന്നത് അത്രയും നല്ലതല്ലേ? അങ്ങനെ ഒരു നല്ല മനുഷ്യൻ, ഇതെല്ലാം കൊണ്ടും നമുക്ക് സന്തോഷം. അന്ന് മത്സരിച്ച കാലത്ത് പറഞ്ഞു ഈ എട്ടി ഉടനെ തന്നെ പണി തീർക്കാം, ഒരു തടസ്സം ഉണ്ടാവുകയില്ല, ഈ വഴിയുടെ പണി ഉടനെ തീർക്കാം. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് ഇങ്ങോട്ട് വന്നിട്ട് പോലും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല. തോമസ് ചാണ്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ പാർട്ടി പ്രവർത്തകരും കുട്ടനാടുകാരും അടക്കമുള്ളവർ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.